ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാന്യസദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുതിയ ക്രിസ്മസ് കാലം കൂടി വരവായി. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് വേളയിൽ എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം ക്രിസ്മസ് പ്രതിസന്ധികാല ലോകത്ത് പ്രത്യാശയുടെ കാലം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും അനിശ്ചിതത്വവും ഭയവും കലർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവയെല്ലാം മനുഷ്യന്റെ മനസ്സിൽ ഇരുട്ട് വിതറുന്നുണ്ട്. എന്നാൽ ഈ ഇരുട്ടിനിടയിലും ചെറിയ ഒരു പ്രത്യാശ നൽകുന്ന കാലമാണ് ക്രിസ്മസ്. അത് വെറും ഒരു കാലമല്ല, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളാണ്. ഈ സന്ദേശം കൂടുതൽ ശക്തമാക്കിയ ഒന്നാം ലോക മഹായുദ്ധകാലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വർഷം 1914. അന്ന് യൂറോപ്യൻ യുദ്ധഭൂമികൾ ശവശരീരങ്ങളാലും അഴുക്കുചാലുകളാലും നിറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് സൈനികരും ജർമ്മൻ പടകളും തമ്മിൽ പരസ്പരം ശത്രുക്കളായിരുന്നു. എന്നാൽ ആ ക്രിസ്മസ് രാവിൽ ഒരു അത്ഭുതം സംഭവിച്ചു. രണ്ടുപേരും തങ്ങളുടെ സ്ഥലങ്ങൾ ക്രിസ്മസ് മരങ്ങളാൽ അലങ്കരിക്കുകയും നോമാൻസ് ലാൻഡിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു. അവർ പരസ്പരം ഹസ്തദാനം നടത്തുകയും ചെറിയ ചെറിയ ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. ഇത് ഒരു ചെറിയ സമാധാന നിമിഷമായിരുന്നെങ്കിലും ലോകത്തെ പഠിപ്പിച്ച ഒരു വലിയ പാഠമായിരുന്നു: സ്നേഹം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമെന്ന വലിയ അടയാളമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിന്റെ ജനനം ഒരു ക്ഷണം തന്നെയാണ്. പ്രതിസന്ധിയിലായ ലോകത്ത് പ്രത്യാശയുടെ കാലം എന്നതുപോലെ യേശുവിന്റെ ജനനം നമ്മെ വിളിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്തിൽ എല്ലാവരും ചോദിക്കുന്നത് നാം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകുന്നുണ്ടോ എന്നാണ്. യേശു നമ്മോട് പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യേശു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യാശയാകാൻ സ്വന്തം ജീവൻ അർപ്പിച്ചതുപോലെ നമുക്കും ഏതെങ്കിലും ചെറിയ കുടുംബങ്ങളിൽ ഒരു ചെറിയ പ്രത്യാശയാകാം, ഒരു ചെറിയ വെളിച്ചമാകാം. ഇരുട്ട് എത്ര കനത്താലും ബേത്ലഹേമിലെ ശിശു നമുക്ക് വെളിച്ചം പകരും. ഈ ക്രിസ്മസ് കാലം എല്ലാ വീടുകളിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രാവുകൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പ്രതിസന്ധികളിൽ ഒരു കൈത്താങ്ങും. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.